കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ വരിക. ഇവിടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ഈ തീറ്റൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? എ സി ആണല്ലേ. എ സി ഏതാണ്? എഫ് ബി എക്സ് അല്ലേ. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എ സി ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് സി ബി ആണ്. എ സി എന്ന് പറയുന്നത് എന്താണ്? എഫ് ബി എക്സ് അല്ലേ നമ്മളിവിടെ തന്നിരിക്കുന്നത്. ഹൈപ്പോട്ടന്യൂസ് എന്താണ്? എഫ് ബി ആണ് അല്ലേ. നല്ല ഹൈപ്പോട്ടന്യൂസ് ഇതെന്താണ്? എഫ് ബി ആണ്. ഇത് നമുക്ക് എഫ് ബി എക്സ് കിട്ടില്ലേ? നമുക്ക് എഫ് ബി എക്സ് കിട്ടില്ലേ? ഈ എഫ് ബിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. എന്ത് കിട്ടും? എഫ് ബി കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പം നമുക്ക് എഫ് ബി എക്സ് കിട്ടിയില്ലേ? എഫ് ബി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ബി എത്രയാണ്? എഫ് ബി നമുക്ക് തന്നിരുന്നല്ലോ. എത്രയാണ്? 324 ന്യൂട്ടൺ ആണ്. അത് കൊടുക്കുക. 324 ന്യൂട്ടൺ ഇൻറ്റു കോസ് തീറ്റ നമുക്ക് തന്നിട്ടില്ലേ? എത്രയാണ്? 51. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 203.9 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ബി എക്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? എഫ് ബി വൈ വേണം അല്ലേ. ഇനി എന്ത് ചെയ്യാം? ഈ ഡയഗ്രാം ഒന്നും കൂടി വരയ്ക്കട്ടോ. ഇതാണെന്ത്? എക്സ്. ഇതാണെന്ത്? വൈ. എഫ് ബി വൈ ഏതായിരിക്കും? ഇതല്ലേ എഫ് ബി വൈ. ഇതാണ് എഫ് ബി വൈ. ഇതാണെന്ത്? എഫ് ബി എക്സ്. നമുക്കിപ്പോൾ എഫ് ബി എക്സ് കിട്ടി. ഈ എഫ് ബി വൈ തന്നെയല്ലേ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഇതേ ഡിസ്റ്റൻസ് തന്നെയല്ലേ ഇതും? അപ്പം നമുക്ക് ഇത് കാണുന്നതിന് പകരം ഇത് കണ്ടാൽ പോരെ. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ തീറ്റ എടുത്തൂടെ? ഇതേതാണ്? ഈ തീറ്റൻ്റെ ഓപ്പോസിറ്റ് സൈഡല്ലേ ഇത്. ഈ ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വരുന്നത് ഏത് ഇക്വേഷനാണ്? സൈൻ അല്ലേ. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു എന്താ വരിക? ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ബി സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? എ സി. ഈ ബി സി എന്ന് പറയുന്നത് ഏതാണ്? എഫ് ബി വൈ അല്ലേ. അപ്പം എഫ് ബി വൈ ഡിവൈഡഡ് ബൈ എ സി ഏതാണ്? എഫ് ബി. ഇതിൽ നമുക്ക് എഫ് ബി വൈ കിട്ടില്ലേ? എഫ് ബി വൈ ഇതിനങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. അപ്പം എന്ത് കിട്ടും? എഫ് ബി സൈൻ തീറ്റ കിട്ടും അല്ലേ. അപ്പം നമുക്ക് എഫ് ബി വൈ കിട്ടി. എഫ് ബി വൈ ഈസ് ഈക്വൽ ടു എഫ് ബി സൈൻ തീറ്റ. എഫ് ബി എത്രയായിരുന്നു? 324 ന്യൂട്ടൺ ആയിരുന്നു. സൈൻ എത്രയാണ്? തീറ്റ 51. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 251.8 ന്യൂട്ടൺ കിട്ടും. അപ്പോൾ അവിടെ എന്ത് കിട്ടി? 251.8 ന്യൂട്ടൺ കിട്ടി. എന്ത് കിട്ടിയിട്ടുണ്ട്? എഫ് എ എക്സും എഫ് ബി എക്സും എഫ് എ വൈയും എഫ് ബി വൈയും എല്ലാം കിട്ടിയില്ലേ. എന്താണ് ഇക്വേഷൻ പറഞ്ഞത്? റിസൾട്ടൻ്റ് ഫോഴ്സിന് ആർ എക്സ് എന്താ പറഞ്ഞത്? എഫ് എ എക്സ് പ്ലസ് എഫ് ബി എക്സ് ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ആർ എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് എ എക്സ് പ്ലസ് എഫ് ബി എക്സ് അല്ലേ. എഫ് എ എക്സ് എത്രയായിരുന്നു? 288 ന്യൂട്ടൺ പ്ലസ് എഫ് ബി എക്സ് എത്രയായിരുന്നു? 203.9. ഇത് കൂട്ടിയിട്ട് കിട്ടണതാണ് എന്ത്? അത്രയും ന്യൂട്ടണാണ് എന്ത്? ആർ എക്സ്. അതുപോലെ തന്നെ നമുക്ക് ആർ വൈ കാണാം. സിഗ്മ എഫ് വൈ ആയിരുന്നു. എത്രയാണ്? എഫ് എ വൈ പ്ലസ് എഫ് ബി വൈ. എഫ് എ വൈ എത്രയാണ്? എഫ് എ വൈ 0 ആയിരുന്നു. എഫ് ബി വൈയോ 251.8 ന്യൂട്ടൺ. എത്ര കിട്ടും? 251.8 ന്യൂട്ടൺ കിട്ടും. ഇപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? ആർ എക്സും കിട്ടി, ആർ വൈയും കിട്ടിയില്ലേ. ഈ ആർ എക്സും ആർ വൈയും കിട്ടിയാൽ പിന്നെ നമുക്ക് സുഖമല്ലേ. എന്താണ് മാഗ്നിറ്റ്യൂഡ് കാണാൻ? ആർ ഇസ് ഈക്വൽ ടു √(r(x² + r(y²) ആണ്. ഇതിലെന്ത് കൊടുക്കുക? ആർ എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക,
ആർ വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് കിട്ടും. ടാൻ തീറ്റ ഡയറക്ഷൻ കാണാൻ എന്താ ചെയ്യുക? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ആർ വൈ ബൈ ആർ എക്സ് ആണ്. കിട്ടിയ ആർ വൈ കൊടുക്കുക, ഡിവൈഡഡ് ബൈ ആർ എക്സ് കൊടുക്കുക.